ഹായ് കൂട്ടുകാരെ, ഇന്നിവിടെ ഞാൻ ഗോതമ്പ് മാവ് കൊണ്ട് പുട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ആശീർവാദിൻ്റെ മാവാണ്. ഞാനതിന് കുറച്ച് മാവ് ഇതിലിടുകയാണ്. എല്ലാവർക്കും പുട്ട് ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കുകയാണ്. ഇത് ഞാൻ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കും. നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല തരിതരിയായിരിക്കണമെങ്കിൽ നല്ല കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുക്കണം, എന്നെങ്കിലും നമുക്കത് തരിതരിയായിട്ട് പുട്ടുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉപ്പിട്ട വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഒഴിച്ച് അത് നമ്മൾ കുറച്ച് നേരം എടുക്കും. ഇത് നമുക്ക് തരിതരിയായിട്ട് കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ പൊടി നമ്മൾ മറ്റേ അരിമാവ് കൊണ്ട് പുട്ട് ഉണ്ടാക്കുന്ന കണക്ക് അതുപോലെ തരിയായിട്ട് ഈ പലരും ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ട കെട്ടിക്കിടക്കും. അത് ചെറിയ പാത്രത്തിലൊക്കെ ആക്കുന്നതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ നന്നായിട്ട് കുറേശ്ശെ വെള്ളം കുടഞ്ഞ് അത് തേച്ച് നനച്ചെടുക്കും. ഇത് കുറച്ച് നേരത്തെ പണിയാണ്, എങ്കിലും നമുക്ക് നല്ല പുട്ടുണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഞാനിത് നന്നായിട്ട് നനച്ചു കൊണ്ടുവരാം. മാവ് ഞാനിവിടെ നനച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വാരി പുട്ട് പുഴുങ്ങാം, വാരി വയ്ക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഇതിനകത്തോട്ട് വാരി ഇടുകയാണ്. പുട്ട് കുത്തിയിറക്കിയാണ്. പുട്ട് കുത്തിയിറക്കി. ഇനി നമ്മളിത് കുറച്ചുകൂടെ ഒന്ന് പൊടിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് വെള്ളം നനച്ചിട്ട് ഒന്നുകൂടെ വാരി വെച്ച് പുഴുങ്ങും. ഇത് പുട്ടിനകത്ത് കുറച്ചുകൂടെ ഒന്ന് വെള്ളം നനച്ചിട്ട് അതിനകത്ത് തേങ്ങയും കൂടെ ഞെവിടിയിട്ട് തേങ്ങ ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മളിത് ഒന്നുകൂടെ വാരി വെച്ച് പുഴുങ്ങും. അപ്പോഴും നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. വാരി വയ്ക്കാം. പുട്ട് രണ്ടാമത് വാരി വെച്ച് പുഴുങ്ങിയതാണ്. നല്ല സോഫ്റ്റ് പുട്ടാണ്. പുട്ട് പൊടിഞ്ഞു പോയി, പുട്ടും പഴവും പൊടിഞ്ഞു പോയി പുട്ട്. രണ്ടാമത് വാരി വെച്ച് പുഴുങ്ങിയത് കൊണ്ടാണ്. നല്ല സോഫ്റ്റ് പുട്ടാണ്. ഇങ്ങനെ പുഴുങ്ങി നോക്കുക നിങ്ങൾ.